Hello guys, welcome back to a new gameplay video ഓഫ് എലൈറ്റ് ഓട്ടോസ് ബ്രസീൽ. ഞാൻ ഈ ഗെയിം ഇതുവരെ നിങ്ങളെ കണ്ടിട്ടില്ലായിരിക്കും, കാരണം ഇതൊരു സ്പെഷ്യലൊരു ഗെയിമാണ്. ഞാൻ നിങ്ങൾക്ക് എൻ്റെ സബ്സ്ക്രൈബേഴ്സിനും എൻ്റെ വ്യൂവേഴ്സിനും വേണ്ടി മാത്രം കൊണ്ടുവന്നൊരു കിഡിലൊരു ഗെയിമാണ്. ഈ ഗെയിമിൻ്റെ മോഡ് APKയാണ് ഞാൻ കൊണ്ടുവന്നേക്കുന്നത്. ഇതാണ് എലൈറ്റ് ഓട്ടോസ് ബ്രസീൽ എന്ന് പറഞ്ഞ ഗെയിം. ഇതിനകത്തെന്ന് വെച്ചാൽ ഇഷ്ടംപോലെ ബൈക്കുണ്ട്, 3 കാറുണ്ട്, അത് നമുക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. ഇതിൻ്റെ മോഡ് APKയാണ് ഞാൻ കൊണ്ടുവന്നേക്കുന്നത്. നമുക്ക് ഇത് ഇവരെ മാറ്റാം. അതേപോലെ ഇപ്പം ഞാൻ തൽക്കാലത്തേക്കൊരു ബൈക്ക് എടുത്തിട്ടുണ്ട്. ഞാൻ വേണമെങ്കിൽ ഒന്നുകൂടെ കാണിച്ചു തരാം എങ്ങനെ ബൈക്ക് എടുക്കണമെന്ന്. ഇപ്പം എൻ്റെ ഇരിക്കുന്ന കവാസാക്കി Z900 ആണ്. ഞാൻ വേണമെങ്കിൽ തിരിച്ചു പോയി കാണിച്ചു തരാം. ഇപ്പം ഞാനിപ്പോൾ മെനുവിൽ പോയാൽ മതി. ഇപ്പം എൻ്റെ കയ്യിൽ കുറേ ആളുണ്ട്. ബൈക്ക് നോക്കി എൻ്റെ ഇഷ്ടം പോലെ. ഇപ്പോൾ മോഡ് APKയാണ്. എൻ്റെ ഏറ്റവും ലെഫ്റ്റ് സൈഡിൽ എൻ്റെ പൈസ കാണാം നിങ്ങൾക്ക് എത്ര ഉണ്ടെന്ന്. അപ്പോൾ അതേപോലെ തന്നെ എൻ്റെ ഇഷ്ടം പോലെ ബൈക്കുണ്ട് മോഡ് APKയാണ്ട് തന്നെ. അപ്പോൾ ഞാൻ തൽക്കാലത്തേക്ക് ഈ ഒരു യമഹേൻ്റെ ബൈക്കാന്ന് തോന്നുന്നു, യമഹേൻ്റെ ബൈക്ക് എടുക്കുവാണ്. പിന്നെ ഈ ഗെയിം ആഡ് ഫ്രീ അല്ല, അതുകൊണ്ട് നെറ്റ് ഓഫ് ചെയ്തിട്ട് വേണം കളിക്കാൻ. ഞാൻ നെറ്റ് ഓഫ് ചെയ്താണ് കളിക്കുന്നത്. അതുകൊണ്ട് ഇപ്പം നിങ്ങൾ ഇത് കൊടുത്തിട്ട് നേരെ ഗെയിം സ്റ്റാർട്ട് ചെയ്യാം. ഈ ഗെയിമിൽ കുറേ പ്രത്യേകതകളുള്ള ഗെയിമാണിത്. ഭയങ്കര റിയലിസ്റ്റിക്കാണ്. ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ നമ്മൾ നേരെ പോയി ക്യാമറ വ്യൂ മാറ്റിക്കഴിഞ്ഞിട്ട് നേരെ ബൈക്കിൽ കയറിയിരിക്കുമ്പോൾ ഉള്ള ഒരു വ്യൂ ഉണ്ട്, കിടിലം അത്. വണ്ടി ഇപ്പോൾ സ്റ്റാർട്ടാക്കണമെങ്കിൽ നമ്മൾ ആ മണ്ടയിലോട്ടുള്ള ആരോ കാണിച്ചു തരാം. കാണിച്ചു തരാം. ഈ ഒരു ആരോ ഞെക്കിയാൽ വണ്ടി സ്റ്റാർട്ടാവുകയും ചെയ്യും. നിങ്ങൾക്ക് ആക്സിലേറ്റർ ചെയ്യാം, കാണിച്ചു തരാം. കണ്ടോ? അപ്പം അങ്ങനെ അപ്പോൾ എക്സോസ്റ്റോടൊന്ന് കാണിച്ചു തരാം, കേൾപ്പിച്ചു തരാം. അപ്പം ഇത് മാത്രമല്ല, നിങ്ങൾക്ക് ബൈക്കിൻ്റെ എക്സോസ്റ്റ് സൗണ്ട് മാറ്റാം, ബോക്സ് ആൻഡ് ബാങ്ക്സ് വരുത്താം. പിന്നെ നിങ്ങൾക്ക് ഈ വണ്ടീൻ്റെ കളർ മാറ്റാം, മോഡിഫൈ ചെയ്യാം. ഇതെല്ലാം ചെയ്യാൻ പറ്റും. അപ്പം നിങ്ങൾ ഞാൻ ഈ വണ്ടി മോഡിഫൈ ചെയ്യുന്ന സ്ഥലത്ത് വെച്ച് വീണ്ടും കാണാം. ഈ മോഡിഫൈ ചെയ്യുന്ന സ്ഥലത്തിട്ടുള്ള അങ്ങനെ മോഡിഫൈ ചെയ്യുന്ന സ്ഥലത്തോട്ട് ഇറങ്ങിയാൽ മതി. മോഡിഫിക്കേഷൻ ചെയ്യാൻ നടുക്കൊരു സംഭവമുണ്ട്, നോക്കിയാൽ മതി. നോക്കാം, ഞങ്ങൾക്ക് ഫെൻഡർ മാറ്റാം. ഫെൻഡർ റിമൂവ് ചെയ്യണമെങ്കിൽ റിമൂവ് ചെയ്യാൻ വൃത്തിയായിട്ട് ഞാൻ പ്ലേസ് ചെയ്തതാണ്. പിന്നെ ഫോർ ഹെഡ് മാറ്റാൻ റിമൂവ് ചെയ്യണമെങ്കിൽ റിമൂവ് ചെയ്യാം. ലൈറ്റൊന്നും ഇല്ലാതെ കില്ലായിട്ട് പോവാം, ചപ്പറിയായിട്ട് പോവാം. അതൊന്നും വേണ്ടെങ്കിൽ റിയർ വ്യൂ മിറർ മാറ്റാം, റിയർ വ്യൂ മിറർ റിമൂവ് ചെയ്യാം. അത് നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ ചെയ്യണ്ട. പിന്നെ എക്സോസ്റ്റ് ആണ് കിടിലമാക്കേണ്ടത്. പ്ലേസ് കൊടുത്ത് കഴിഞ്ഞാൽ ഇപ്പോൾ പോപ്സ് ആൻഡ് ബാങ്ക്സ് എല്ലാം വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ടെയിൽ സെക്ഷൻ വേണ്ടെങ്കിൽ ഇത് റിമൂവ് ചെയ്യാം. ഇപ്പോൾ പെയിൻറ്റ് ഇഷ്ടമുള്ള അടിക്കാം. ഇവിടെ ഇപ്പം ഞാനിപ്പോൾ ഇത് ബ്ലാക്ക് കൊടുത്തിട്ട് 2ൽ പോകുമ്പം ഇത് ഞാൻ റെഡ് കൊടുക്കും. 3ൽ പോകുമ്പം ഞാനിത് ഒരു ബ്ലാക്ക് കൊടുക്കും. 4ൽ പോകുമ്പം ഞാൻ ഇതൊരു റെഡ് കൊടുക്കും. 5ൽ പോകുമ്പം ഞാൻ ഇത് ബ്ലാക്ക് കൊടുക്കും. 1ൽ പോകുമ്പം ഞാൻ ബ്ലാക്ക് കൊടുക്കും. അപ്പം ഇങ്ങനെ അത്രയും നമുക്ക് ഇത് വൃത്തിയായിട്ടിരിക്കുന്നുണ്ട്. എന്നാലും പ്രശ്നമില്ല, നമ്മൾ ഇച്ചിരി മോഡിഫൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഇതിനെ എക്സോസ്റ്റ് നോട്ട് കേൾപ്പിച്ചു തരാം, അതിൻ്റെ ശബ്ദം കേൾപ്പിച്ചു തരാം. വ്യത്യാസമൊന്നുമില്ല, പക്ഷേ പോപ്സ് ആൻഡ് ബാങ്ക്സ് കേൾക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്ന വ്യത്യാസം. പോപ്സ് ആൻഡ് ബാങ്ക്സ് നിങ്ങൾ ആ എക്സോസ്റ്റിലൂടെ നോക്കിയാൽ പോപ്സ് ആൻഡ് ബാങ്ക്സ് കാണാം. ശബ്ദം കേട്ടാ, പൊട്ടുന്ന ശബ്ദം കേട്ടാ. ഇതേപോലെ നിങ്ങൾക്ക് വെക്കാൻ മോഡ് എടുത്തുകൊണ്ട് ഈ ഗെയിമിൻ്റെ ഇത് കണ്ട ഫിസിക്സ് കണ്ട എന്ത് രസമാണ്. വണ്ടി ഇങ്ങനെ വളച്ച് നോക്കിയപ്പം ഈ ബൈക്ക് പ്രേമികൾക്കൊക്കെ പറ്റിയൊരു ഗെയിമാണ്. ഈ വണ്ടിക്കാരന്മാർക്കും ബൈക്ക് പ്രേമികൾക്കൊക്കെ പറ്റിയ ഗെയിം. ഇപ്പം നമുക്ക് ഈ ഗെയിമിനകത്ത് തന്നെ വണ്ടിയും എടുക്കാൻ പറ്റും. ഈ വേൾഡിൽ തന്നെ നമുക്കൊരു വണ്ടി ഉണ്ട്. ആ വണ്ടി ഞാൻ പോയി എടുത്ത് കാണിച്ചാൽ നമുക്ക് ഇനി ഞാൻ ആ വണ്ടീൻ്റെ മുമ്പിൽ വെച്ച് കണ്ടെത്തി എത്താം. സോ ഗൈസ്, ഞാനങ്ങനെ ആ ബൈക്ക് ഞങ്ങളുടെ കാറിൻ്റെ അടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കാറൊന്ന് ഓടിച്ച് നോക്കാം. കാറിൻ്റെ ഇന്റീരിയറും ഒക്കെ നമുക്ക് നോക്കാം. കാറെന്ന് പറയുന്ന ഒരു മോഡിഫൈഡ് ഒരു പിക്കപ്പ് വാനാണെന്ന് തോന്നുന്നു. ഇതൊരു അത്യാവശ്യം നല്ല വണ്ടിയാണ്, അത്യാവശ്യം സ്പീഡൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് ഇതിൻ്റെ ഇൻറ്റീരിയറും ചെക്ക് ചെയ്ത് നോക്കാം.
ഇന്ത്യർ പ്രശ്നമില്ല. സ്റ്റീറിനൊക്കെ വളയ്ക്കുമ്പോൾ ഇതുണ്ടോ ആ ഒരു സ്മൂത്ത്നെസ് ഉണ്ടോ സ്റ്റീറിങ് വളയ്ക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ വണ്ടി കൂടെ മോഡിഫിക്കേഷൻ ചെയ്യാം. അപ്പോൾ ഈ മോഡിഫൈ ചെയ്യുന്ന സ്ഥലത്ത് വെച്ച് നമുക്ക് വീണ്ടും കാണാം. സോ ഗൈസ്, നമ്മളിങ്ങനെ മോഡിഫിക്കേഷൻ്റെ സ്ഥലത്ത് എത്തിയിരിക്കുന്നു. നമുക്കിനി നമ്മുടെ ഈ വണ്ടി ഒന്ന് മോഡിഫൈ ചെയ്ത് നോക്കാം എങ്ങനെ ഇരിക്കുന്നറിയാം. സോ നമ്മൾ ഈ വണ്ടി മോഡിഫൈ ചെയ്യാൻ ഇതിനകത്ത് എന്തൊക്കെ ക്യാൻവാസിനായിട്ടുണ്ട്. ഞാൻ ഇതുവരെ ഈ വണ്ടി ഇങ്ങനെ മോഡിഫൈ ചെയ്തിട്ടില്ല, അതുകൊണ്ട് എനിക്കറിയത്തില്ല. ഈ ബാക്കിലത്തെ ആ ഒരു സംഭവം ഇടുന്നതിന് അതെനിക്ക് വേണ്ട. അപ്പം LED പ്ലേസ് കൊടുക്കുക. അടിയിൽ ലൈറ്റ് വന്ന് വണ്ടീൻ്റെ ഇത് പ്ലേസ് കൊടുക്കുക. സൗണ്ട് ബോക്സോ എന്തോ സൗണ്ട് ബോക്സ് ഫുള്ള് സ്പീക്കർ ബാക്കിൽ കിടിലം തന്നെ. ഇനി നമുക്കിതിൻ്റെ പെയിൻറ്റ് മാറ്റാം. നമുക്ക് പെയിൻറ്റ് ഒരു കാര്യം ചെയ്യാം, ബ്ലാക്ക് ഒരു റെഡ് കൊടുക്കാം, മാച്ചിങ് ആവട്ടെ. പിന്നെ 2 എന്തുവാ, ഇത് നമുക്ക് റെഡ് കൊടുക്കാം. അപ്പോൾ നമ്മുടെ വണ്ടി ഫുള്ള് മോഡിഫൈ ആയിട്ടുണ്ട് ഗൈസ്. ഇനി നമുക്ക് ഈ വണ്ടി എടുത്തോടെ തിരിച്ചു നമ്മുടെ സ്ഥലത്തോട്ട് പോകാം. ഈ വണ്ടിയിലെ കിടിലം വണ്ടിയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട വണ്ടിയാണ്. ഈ പിക്കപ്പ് കൊള്ളാം, ബാക്കിൽ സ്പീക്കറൊക്കെ വെച്ച് കിടിലാക്കി പോവാം. പാട്ട് ഇടാൻ പറ്റും തോന്നുന്നു, പാട്ടിടാൻ പറ്റും. പക്ഷെ എൻ്റെ പാട്ടില്ലാത്തതുകൊണ്ട് ഒന്നും ഇടാൻ പറ്റില്ല. നമ്മൾ ഫയൽ ഫോൾഡർ വെച്ചാണ്. ഇപ്പം നിങ്ങൾക്ക് ആ പാട്ട് എങ്ങനെ ഇടണമെന്ന് അറിയണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. പിന്നെ ഇത് മാത്രമല്ല, ഇതേപോലെ ഡിഫറെൻറ്റ് ഗെയിംസും ഞാൻ ട്രൈ ചെയ്യണം. പിന്നെ നിങ്ങൾക്ക് കളിക്കണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. ഇനി നമുക്ക് നേരെ പോയി ഇനി ഈ ഗെയിമിൻ്റെ ഡൗൺലോഡിങ് പ്രോസസ്സ് ഞാൻ ഇനി കാണിച്ചു തരാം. ഇത്ര നമ്മുടെ കളിച്ചത് ഇതൊക്കെ മതി. നമുക്ക് ഡൗൺലോഡിങ് പ്രോസസ്സ് ഞാൻ കാണിക്കാൻ പോകാം. നമുക്കിനി നേരെ ഗൂഗിളിലോട്ട് ചെല്ലാം. സോ ഗൈസ്, ഞാനിപ്പം ഗൂഗിളിലെത്തിയിട്ട് നിങ്ങൾ എന്ത് വേണം, ഈ മണ്ടയിൽ എഴുതി കാണിച്ചേക്കുന്ന പോലെ എലൈറ്റ് ഓട്ടോസ് ബ്രസീൽ മോഡ് APK എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. നിങ്ങൾക്ക് എന്താണെന്ന് പറഞ്ഞാൽ ഈ AN1 എന്ന് പറഞ്ഞ ആദ്യത്തെ ഒരു സൈറ്റ് കാണും. ആ സൈറ്റിൽ 2-3 നിങ്ങളിഷ്ടമുള്ള മോഡ് APK ഗെയിംസ് ചിലപ്പോൾ കാണും. അപ്പോൾ നിങ്ങൾ എന്തോ ചെയ്യണോ ചെയ്ത് ഞെക്കണം. ഇത് ഞെക്കുമ്പോൾ എന്ന് പറയുമ്പോൾ ആദ്യം ഈ AN1 ഡൗൺലോഡ് എലൈറ്റ് ഓട്ടോ ബ്രസീൽ എന്ന് പറഞ്ഞ് കാണിക്കാം, മോഡ് അൺലിമിറ്റഡ് മണി എന്ന് പറഞ്ഞ്. അപ്പോൾ താഴെ ഇവിടെ ഈ സൈൻ കാണിക്കും ഇവിടെ. അപ്പോൾ നിങ്ങൾ എന്തോ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇതങ്ങ് ക്ലിക്ക് ചെയ്യണം. കാണിച്ചാൽ ഇതങ്ങ് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ ഇങ്ങനെ ഇത് വരും, ഇത് ക്ലോസ് കൊടുക്കണം. അപ്പോൾ ഒരു ടൈമർ വരും. അപ്പോൾ ഈ ടൈമർ ഇച്ചിരി നേരം ഒന്ന് വെയിറ്റ് ചെയ്താൽ മതി. ഈ ടൈമറിന് നിങ്ങളുടെ ഇഷ്ടം പോലെ ഗെയിമുണ്ട് ഗൈസ്. ഇപ്പം നിങ്ങൾക്ക് ഇതേപോലെ വേറെ ഗെയിം എല്ലാം വേണമെങ്കിൽ പറഞ്ഞാൽ മതി. അപ്പം ഇത് ഞെക്കി കഴിഞ്ഞാൽ ഇവിടെ റെഡ് ഇങ്ങനെയൊക്കെ വരും. അപ്പോൾ ഈ ഡൗൺലോഡഡ് ഫയൽ എന്ന് പറയും. ഇപ്പോൾ ഈ ഡൗൺലോഡ് കൊടുത്താൽ മതി. ഞാൻ നേരത്തെ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടാവുകൊണ്ട് പിന്നെ ഈ ഡൗൺലോഡൊക്കെ എന്താ കാണിക്കുന്ന ഒറിജിനൽ കാണിക്കില്ല. നേരെ ഡൗൺലോഡ് ഫയൽസ് ഡീറ്റെയിൽ പോകണം. അപ്പോൾ ഇവിടെ ഇങ്ങനെ കാണിക്കും. ഇതിപ്പോൾ X കൊടുക്കുക, ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ ഇങ്ങനെ വരും ഡൗൺലോഡ് ആയി കഴിയുമ്പോൾ. അപ്പോൾ അതൊന്ന് ക്ലിക്ക് ചെയ്യണം. കാണിച്ചു തരാം. ഈ ഒരു സംഭവം ക്ലിക്ക് ചെയ്യണം. ഇന്ന് ക്ലിക്ക് ചെയ്യുമ്പം നേരെ ഇങ്ങനെ ഒരു സ്ഥലത്തോട്ട്, എല്ലാ മൊബൈലിലും ഇങ്ങനെ വരത്തില്ല, പക്ഷെ ഇങ്ങനെ അൺനോൺ എന്ന് കാണിക്കും. ഇത് ആൻഡ്രോയിഡിന് മാത്രമുള്ളതാണ് ഗൈസ്, ഐഫോണിലൊന്നും കിട്ടത്തില്ല. അത് ഇപ്പോഴാണ് പറയുക, ഐഫോണിലൊന്നും ട്രൈ ചെയ്ത് നോക്കിയൊന്നും കിട്ടത്തില്ല. കാരണം മോഡ് APK ഐഫോണിൽ iOS ഒന്നും ഡൗൺലോഡ് ആക്കാൻ പറ്റത്തില്ല. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഈ അപ്ഡേറ്റിലുള്ള സാധാരണ അപ്ഡേറ്റിനോട് ഡൗൺലോഡാണ് കാണിക്കുന്നത്. ഇപ്പോൾ ഞാൻ നേരത്തെ ഡൗൺലോഡ് ചെയ്തിട്ടുള്ള അപ്ഡേറ്റ് എന്ന് അറിയാം, ക്യാൻസൽ കൊടുത്തത് ഞാൻ. ഇപ്പോൾ അത് കണ്ട് നേരെ എന്തോ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഈ ഗെയിം ഡൗൺലോഡ് ആവും. നിങ്ങൾക്ക് ഇതിരുന്ന് ഇഷ്ടമുള്ള അത്രയും കളിക്കാം. അത് നിങ്ങളുടെ ഇഷ്ടമാണ്, നിങ്ങൾ കളിക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇതാണ് ഈ ഗെയിമിൻ്റെ മോഡ് APK ഡൗൺലോഡും പിന്നെ എൻ്റെ ചെറിയൊരു ഗെയിം പ്ലേ സീരീസ് എന്ന് പറഞ്ഞാൽ ചെറിയൊരു വീഡിയോ ആണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഗെയിം പ്ലേ വീഡിയോ വേണമെങ്കിൽ ഇതിൻ്റെ ഒരു സീരീസ് ടൈപ്പ് ഒരു സീരീസ് ആയിട്ടുള്ളൊരു വീഡിയോ വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക ഗൈസ് പ്ലീസ്. എനിക്ക് സബ്സ്ക്രൈബേഴ്സും വളരെ കുറവാണ്. സോ എന്നെ സപ്പോർട്ട് ചെയ്യുക. എന്നെ പോലത്തെ ചെറിയ കണ്ടന്റ് ക്രിയേറ്റേഴ്സിനെയും മറ്റുള്ളവരെയൊക്കെ സപ്പോർട്ട് ചെയ്യുക. ഇങ്ങനെ നിങ്ങളുടെ സപ്പോർട്ടിന് കൊണ്ട് മാത്രമേ ഞങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ പറ്റൂ. സോ ഗൈസ്, നമുക്ക് എങ്കിൽ ഈ വീഡിയോ കൊണ്ട് നിർത്താം. സോ ഗൈസ്, ടാറ്റ, ബൈ.